നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുവാനുള്ള ശക്തി വാക്കുകൾക്കുണ്ട്. ഒരു നിസ്സഹായ ഘട്ടത്തിൽ അർജുനന് അറിവും ശക്തിയും പകരുന്നത് ശ്രീകൃഷ്ണന്റെ വാക്കുകളാണ്. മറിച്ച് മന്ദരയുടെ വാക്കുകൾ കൈകേയിയെ അന്ധകാരത്തിലേക്ക് നയിച്ചു. കാർമേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി സൂര്യബിംബത്തെ മറയ്ക്കുന്നതും കാറ്റാണ്. അതേ കാറ്റ് തന്നെയാണ് പിന്നീട് മേഘങ്ങളെ അകറ്റി സൂര്യനെ കാട്ടിത്തരുന്നത്. ജീവനെടുക്കാനും കൊടുക്കാനും വാക്കിന് കഴിയും. ദുഃഖത്തിൻ്റെ കൂരിരുളകറ്റി സന്തോഷത്തിൻ്റെ സൂര്യോദയം കൊണ്ടുവരുവാനും നിരാശയെ പ്രതീക്ഷയാക്കി മാറ്റുവാനും വാക്കിന് കഴിയും. യുദ്ധങ്ങൾ സൃഷ്ടിക്കുവാനും ഇല്ലാതെയാക്കുവാനും വാക്കിന് ശക്തിയുണ്ട്. മനുഷ്യനെ അമൃതത്വത്തിലേക്ക് ഉയർത്തുവാനും മൃത്യുവിൻ്റെ അന്ധകാരത്തിലേക്ക് ആഴ്ത്താനും വാക്കുകൾക്ക് സാധിക്കും. വാക്കുകൾ അമൂല്യമായ രത്നമാണ്, എന്നാൽ അവ മാരകമായ ആയുധവുമാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. ജാഗ്രത് സ്വപ്നസുഷുപ്തിഷു സ്ഫുടതരായ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോത ജഗത്സാക്ഷിണീ സൈവാഹം न च दृश्यवस्त्विति दृढ प्रज्ञापि यस्यास्ति चेत् चण्डालोऽस्तु सतु द्विजोऽस्तु गुरुरित्येषा मनीषा मम. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ഞാനും ഞാനാൽ കാണപ്പെടുന്നതും ചേർന്നതാണ് എല്ലാം. കാണപ്പെടുന്നവയിൽ നിന്നും കാണുന്നവനെ വേർതിരിച്ച് കാണുന്നതാണ് വിവേകം. സംവിത് സ്വരൂപമാണ് ഞാൻ, അല്ലാതെ ദൃശ്യവസ്തു അല്ല. കാണുന്നവനാണ് ഞാൻ, കാണപ്പെടുന്നതല്ല. ഈ ദൃഢബോധമുള്ളവർ ലോകദൃഷ്ട്യാ ചണ്ഡാലനോ ബ്രാഹ്മണനോ ആകട്ടെ, അയാൾ ഗുരു തന്നെയാണ്. ദൃഢപ്രജ്ഞ ആർക്കുണ്ടോ അയാൾ ഗുരുവാണ് എന്ന് വ്യക്തമാക്കുന്ന ശ്രീ ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തിലെ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. മനീഷ പഞ്ചകത്തിൻ്റെ പഞ്ചകങ്ങളിൽ ഒന്നാമത്തെ കിംഗംഗാംബുനി എന്നുള്ള ചോദ്യം അടക്കം കൂട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ സ്ഫുടമായി യാതൊരു സംവിത്താണോ വികസിതമായി ഉള്ളത്, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള എല്ലാ ജീവരാശിയിലും തന്നെ യാതൊരു സംവിത്താണോ നിലകൊള്ളുന്നത്, സർവജഗത് സാക്ഷിയായ ഈശ്വരനിൽ യാതൊരു സംവിത്താണോ നിലകൊള്ളുന്നത്, ആ സംവിത്താണ്, സംവിത്ത് എന്ന് പറഞ്ഞാൽ ബോധം,
എല്ലാത്തിനെയും അറിയുന്ന സമ്യക് വേത്തി ഇത് സംവിത്ത്, നല്ലപോലെ അറിയുന്ന യാതൊരു ബോധഭാവമാണോ അതാകുന്നു ഞാൻ. സായേവ അഹം, ഞാൻ ബോധസ്വരൂപമാണ്. നച ദൃശ്യവസ്തു, അല്ലാതെ കാണപ്പെടുന്ന വസ്തുവല്ല. ശരീര ഇന്ദ്രിയ മനോബുദ്ധികളെല്ലാം ദൃശ്യങ്ങളാണ്. ഞാൻ ദൃക് സ്വരൂപമാണ് എന്ന ദൃഢപ്രജ്ഞ, ദൃഢമായ പ്രജ്ഞ യസ്യാസ്തി, ആർക്കുണ്ടോ. ഇവിടെ ദൃഢപ്രജ്ഞ എന്ന് പറയുമ്പോൾ കേവലം ബുദ്ധിതലത്തിൽ പ്രാഥമികമായി ഉണ്ടാവുന്ന വിവേകജനിത ജ്ഞാനം മാത്രമല്ല, ശ്രവണ മനനങ്ങളിലൂടെ പരമമായ സത്യത്തെക്കുറിച്ച് ബ്രഹ്മനിഷ്ഠനായ ഗുരുവിൽ നിന്ന് കേട്ട് അതിനെ യുക്തിപൂർവ്വം മനനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലവിധ സംശയങ്ങളുണ്ടാവും. ഒന്നിനു പിറകെ ഒന്നായി സംശയങ്ങൾ പെരുകി വരും. എന്നാൽ ശ്രവണ മനനങ്ങളെ തുടരുന്നുണ്ടെങ്കിൽ ക്രമേണ സംശയങ്ങളെല്ലാം ഒതുങ്ങും. ഒന്നൊന്നായി സംശയങ്ങൾ നീങ്ങി കേവലമായ ബോധവസ്തുവിൽ നമ്മുടെ ബുദ്ധി ഉറയ്ക്കും. ആ ഒരു അവസ്ഥയിൽ മാത്രമാണ് പ്രജ്ഞയെ ദൃഢമെന്ന് പറയാൻ സാധിക്കുക. നിധിധ്യാസം എന്ന ഏകാഗ്രതമമായ അവസ്ഥയിലൂടെ ആർക്കാണോ ഈ ദൃഢപ്രജ്ഞ കൈവന്നിട്ടുള്ളത്, യസ്യാസ്തി ചേത്, യാതൊരാൾക്ക് ഈ ദൃഢപ്രജ്ഞയുണ്ടോ. എന്ത് ദൃഢപ്രജ്ഞ? ദൃക് സ്വരൂപമാണ് ഞാൻ, ദൃശ്യമല്ല. ആ ദൃക് സ്വരൂപമാണ് ജാഗ്രസ്വപ്ന സുഷുപ്തികളാകുന്ന ഭിന്നങ്ങളായ അവസ്ഥകളിൽ, ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളാകുന്ന അവസ്ഥകളിൽ ബോധമായി പ്രകാശിക്കുന്നത്. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകലത്തിലും ബോധമായി നിലകൊള്ളുന്നത്, സർവജഗത് സാക്ഷിയായ ഈശ്വരനിൽ ബോധമായി നിലകൊള്ളുന്നത്, ആ ബോധസ്വരൂപമാണ് ഞാൻ. അല്ലാതെ ദൃശ്യവസ്തു അല്ല, ശരീരേന്ദ്രിയാദി കരണങ്ങളല്ല എന്ന ദൃഢബോധം ആരിലുണ്ടോ സഹ അയാൾ ചണ്ടാളോസ്തു, ലോകദൃഷ്ടിയ ചണ്ടാളനാകട്ടെ. ചണ്ടാളനെന്ന് പറയുമ്പോൾ ബഹിഷ്കൃതനാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗങ്ങളാണ് ചാതുർവർണ്ണ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളെ കൊണ്ട് നിപതിച്ചു പോയവൻ, അങ്ങനെ നിപതിച്ചതിൻ്റെ ഫലമായി സമാജം തന്നെ പുറത്താക്കിയവൻ, അയാൾക്ക് ഗ്രാമത്തിനുള്ളിൽ വസിക്കാനോ എല്ലാവരും ചെയ്യുന്ന ജോലികൾ ചെയ്യാനോ പോലും അധികാരമില്ലാത്ത അവസ്ഥയായിരുന്നു പണ്ട് കാലത്ത് സാമൂഹ്യ സ്ഥിതിയിൽ. അങ്ങനെയുള്ള ചണ്ടാളൻ ശ്വപജനാണ്, പട്ടിയെ പാകം ചെയ്ത് കഴിച്ചു എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ചണ്ടാളനാകട്ടെ സതും ദ്വിജോസ്തു, അയാൾ ദ്വിജനാകട്ടെ. ഉപനയനാദി സംസ്കാരത്തിലൂടെ ആർക്കാണോ ദ്വിതീയമായ ജന്മം ലഭിക്കുന്നത് അയാളാണ് ദ്വിജൻ. അമ്മയിൽ നിന്ന് എല്ലാവരും ജനിച്ചു, അതെല്ലാവരുടെയും സമാന ജന്മമാണ്. അനന്തരം ഉപനയന സംസ്കാരത്തിൽ ഗായത്രി മന്ത്രം സ്വീകരിച്ച് ദൃഢമായി ഉപാസന ചെയ്യുന്നതിലൂടെ, ഗായത്രി ഉപാസന ചെയ്യുന്നതിലൂടെ നവീനമായ ജന്മത്തെ നേടുകയാണ്. ആ നവീനമായ ജന്മത്തെ നേടിയവനെയാണ് ദ്വിജൻ എന്ന് പറയുന്നത്, ബ്രാഹ്മണൻ എന്നർത്ഥം. അപ്പം ലോകദൃഷ്ട്യ അയാൾ ബ്രാഹ്മണനാകട്ടെ, ലോകദൃഷ്ട്യ അയാൾ ചണ്ടാളനാകട്ടെ. എന്തുകൊണ്ട് ലോകദൃഷ്ട്യ എന്ന് പറയുന്നു? ആത്മജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ചണ്ടാളനെന്നോ ദ്വിജനെന്നോ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ലോകദൃഷ്ട്യ എന്ന് പറയുന്നത്. ലോകദൃഷ്ട്യ ദ്വിജോസ്തു ലോകദൃഷ്ട്യ ചണ്ടാളോസ്തു സഹ ഗുരുഹു, അയാൾ ഗുരുവാണ്. ഇപ്പോൾ ലോകദൃഷ്ട്യ ചണ്ടാളൻ എന്ന് പറയുമ്പോൾ ബഹിഷ്കൃതനായിട്ടായിരിക്കാം, പക്ഷേ ആത്മജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ഒരു വ്യത്യാസവും ഇല്ല. ഈ ബോധത്തിലാണ് ഉറച്ചു ജീവിക്കുന്നതെങ്കിൽ ചണ്ടാളനും ഗുരുവാണ്, ഈ ബോധത്തിലാണ് ഉറച്ചു ജീവിക്കുന്നതെങ്കിൽ ബ്രാഹ്മണനും ഗുരുവാണ്. ഈ ബോധമില്ലെങ്കിൽ ചണ്ടാളനായാലും കൊള്ളാം, ബ്രാഹ്മണനായാലും കൊള്ളാം, അധ്യാത്മവിദ്യയിൽ ഗുരുവല്ല. ഇതര മേഖലകളിൽ ഗുരുവായിരിക്കാം. ഇപ്പോൾ ധനുർവേദത്തിൽ ഗുരു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏകത്വബോധം വേണമെന്നില്ല.
അല്ലെങ്കിൽ അർത്ഥശാസ്ത്രത്തിൽ ഗുരു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏകത്വബോധം വേണമെന്നില്ല, അയാൾക്ക് അർത്ഥശാസ്ത്രം നല്ലപോലെ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഗുരു എന്ന് പറയുന്നത് അധ്യാത്മവിദ്യയിലുള്ള ഗുരുവാണ്. അജ്ഞാനത്തെ ദൂരീകരിക്കുന്നവൻ, ഉപദേശങ്ങളിലൂടെ വ്യക്തമായ ഉപദേശം നൽകുന്നതിലൂടെ ശിഷ്യരുടെ എല്ലാ പ്രകാരത്തിലും പെട്ട അജ്ഞാനത്തെ നീക്കുന്നവനാണ് ഗുരു. അപ്പം ഈ ഒരു ആത്മബോധമുള്ളവൻ ഗുരുവാണ്. അവിടെ ചണ്ടാളനാണോ ബ്രാഹ്മണനാണോ എന്ന വ്യത്യാസമില്ല, എല്ലാ ഭേദത്തിനുപരിയെത്തി. ഇത് ഏഷാ മമ മനീഷ, ഇതാണ് എൻ്റെ ഉറച്ച ബുദ്ധി, നിശ്ചയാത്മികമായ ബോധം ഇതാണ്, ഇതിൽ ഇളക്കമില്ല. ഇളക്കമില്ലാത്ത ഉറച്ച ബുദ്ധിയാണെന്ന് കാണിക്കാനാണ് മനീഷ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ദൃക്സ്വരൂപമാണ് താനെന്നും ദൃശ്യമല്ലെന്നും ആ ദൃക്സ്വരൂപം ജീവനിലും ഈശ്വരനിലും ഒരുപോലെ കുടികൊള്ളുന്ന ചൈതന്യ സ്വരൂപമാണെന്നും ഏതൊരാൾ സാക്ഷാത്കരിച്ചിട്ടുണ്ടോ അയാൾ ലോകദൃഷ്ടിയ ബ്രാഹ്മണനാവട്ടെ, ലോകദൃഷ്ടിയ ചണ്ടാളനാകട്ടെ, എൻ്റെ ദൃഷ്ടിയ അയാൾ ഗുരുവാണ് എന്നാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇതാണ് ഏകത്വദർശിയുടെ മനീഷ. ഇതുപോലുള്ള 5 ശ്ലോകങ്ങളാണ് മനീഷ പഞ്ചകം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കുളത്തൂപ്പുഴയിലെ ബാലകനെ, അച്ഛൻ കോവിലിലാണ്ടവനെ, ആര്യൻകാവിലയ്യനെ, അനാഥപാലകനെ, സ്വാമി കുളത്തൂപ്പുഴയിലെ ബാലകനെ, അച്ഛൻ കോവിലിലാണ്ടവനെ.